പ്രൈസ് ലോർഡ്. നമ്മുടെ കൃപാലയം ഭവനത്തിലുള്ള എല്ലാവർക്കും ദൈവനാമത്തിൽ ഒരു വന്ദനം. ഇന്ന് രാവിലെ തൊട്ട് നമ്മളെ ഇന്ന് ഇവിടം വരെ എത്തിച്ച യേശുപ്പനും കൃപാസന മാതാവിനും പരിശുദ്ധാത്മാവിനും നമുക്ക് നന്ദി പറയാം. നമ്മൾ എന്താകുന്നോ, നമ്മൾ എന്ത് ചെയ്യുന്നോ, എന്തായിരിക്കണമോ അതെല്ലാം ഈശോയുടെ തിരുവിഷ്ടമാണ്. നമ്മുടെ കൃപയാലല്ല, യേശുപ്പിന്റെ കൃപയാലാണ് ഇന്നായിരിക്കുന്നത്. പിതാവേ, നമ്മള് കർത്താവെ അങ്ങയുടെ കൃപയില്ലെങ്കിൽ നമ്മൾ ഒന്നുമല്ല. യേശുപ്പാ, എന്തിനു പോകുന്നു, ഏത് വഴി നടക്കുന്നു? പരീക്ഷയാണ് കുഞ്ഞുങ്ങൾക്ക് ഈ നിമിഷം. കർത്താവെ, എന്ത് കുറവുകളുണ്ടെങ്കിലും കർത്താവ് അങ്ങ് അവരുടെ കൂടെ ഇരിക്കണേ. പരീക്ഷാ സമയത്ത് അവർക്ക് വേണ്ട എല്ലാ അനുഗ്രഹങ്ങളും, അപ്പൊ അവർ പഠിച്ചത് മറന്നു പോകാതെ അവർക്ക് വേണ്ട എല്ലാ ആൻസറും പറഞ്ഞു കൊടുക്കാൻ അങ്ങ് ഇടതും വലുതുമായി മാതാവ് ഈശോയിൽ നിന്ന് പരിശുദ്ധ അഭിഷേകത്താൽ അവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നതേ ഓർത്ത് ഞാൻ നന്ദി പറയുന്നു കർത്താവെ. അപ്പൊ നമ്മുടെ കൃപാലയം ഭവനത്തിൽ പല രോഗികളും ഉണ്ട്. അപ്പൊ ഒരാൾ പോലും മാറി നിൽക്കാതെ അങ്ങയുടെ തിരുസന്നിധിയിൽ സമർപ്പിക്കുന്നു. അപ്പൊ ആ രോഗാവസ്ഥയിൽ അങ്ങ് കൂടെയുള്ളപ്പോൾ ഒന്നിനെ ഓർത്ത് അവർ ഭയപ്പെടേണ്ട ഒരു കാര്യമില്ലല്ലോ തമ്പുരാനെ. മരണത്തിന്റെ നിഴൽ വീണ പാതയിലൂടെ നടക്കുന്നതെങ്കിലും യഹോവ എൻ്റെ കൂടെയുള്ളതിനാൽ ഞാൻ ഭയപ്പെടേണ്ടതില്ലെന്ന് അങ്ങ് പറയുന്നല്ലോ. എങ്കിൽ ഈ നിമിഷം കർത്താവെ, ആ രോഗാവസ്ഥയിൽ ഇരിക്കുന്ന എല്ലാ മക്കളെയും അവിടുത്തെ ഉള്ളങ്കരങ്ങളിലേക്ക് ചേർത്ത് വെക്കുന്നപ്പ ആ തളർവാത്ത രോഗി അങ്ങ് സൗഖ്യമാക്കിയല്ലോ. എങ്കിൽ ഈ നിമിഷം അങ്ങയുടെ രക്തത്താൽ അവരെ സൗഖ്യമാക്കുന്നതേ ഓർത്ത് നന്ദി പറയുന്നു. അപ്പൊ അടിവരയിട്ട് ഒരു യോഗ്യതയില്ല, പാപിയാണപ്പാ, ഞാൻ പാപിയാണ് അപ്പാ, എനിക്ക് ഒരു യോഗ്യതയില്ല. എങ്കിലും എൻ്റെ അപ്പ അങ്ങയുടെ കൃപയാൽ അങ്ങയുടെ ദാസിയായ എന്നോട് അപ്പ മോശയോട് പറഞ്ഞ പോലെ, എങ്കിൽ അങ്ങ് എന്നോട് എനിക്ക് തന്ന വടിയിൽ, അപ്പൊ ആ വടിയിൽ വിശ്വസിച്ച് ഞാൻ അങ്ങയോട് പറയുന്നു, ഈ നിമിഷം ആ യേശുവിന്റെ രക്തത്താൽ അവരെ സൗഖ്യമാക്കുന്നതിന് ഓർത്ത് നന്ദി പറയുന്നു തമ്പുരാനെ. അപ്പൊ കടബാധ്യതകളാൽ ബുദ്ധിമുട്ടുന്ന പല ഭവനങ്ങളും ഉണ്ടല്ലോ. അങ്ങക്കറിയാവില്ലേ, കൃപാലയം ഭവനത്തിലെ ഓരോ മക്കളുടെയും ഭവനത്തിലെ ഓരോ സാഹചര്യങ്ങളും അങ്ങക്കറിയാമല്ലോ തമ്പുരാനെ. ആ മക്കൾക്ക് എന്താണോ ആവശ്യം, അപ്പൊ ആ കടബാധ്യതകളിൽ നിന്ന് രക്ഷപ്പെടാൻ അങ്ങ് സ്വർഗം തുറന്ന് അങ്ങയുടെ ഭവനത്തിൽ എത്രയോ 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 അനുഗ്രഹിക്കപ്പെട്ടതാണ് തമ്പുരാനെ. എങ്കിൽ അവിടെ നിന്ന് അങ്ങയുടെ ഭവനത്തിൽ നിന്ന് അങ്ങ് എല്ലാ മക്കളെയും തൊട്ട് അനുഗ്രഹിക്കുന്നിടത്ത് നന്ദി പറയുന്നു. അപ്പം ഭവനം സ്ഥലം വിൽക്കാൻ വേണ്ടി ഭാരപ്പെടുന്ന പല മക്കളും ഉണ്ട് യേശുപ്പ. ആ മക്കളെ എല്ലാം സ്ഥലം വെക്കാനുള്ള അനുഗ്രഹവും കൃപയും, അപ്പൊ അതോടൊപ്പം അവർക്ക് പുതിയത് വാങ്ങാനുള്ള അനുഗ്രഹവും അങ്ങ് കൊടുത്ത് നൽകി അനുഗ്രഹിക്കുന്നതിന് അത് നന്ദി പറയുന്നപ്പ. യേശുപ്പ, ഇന്ന് ഈ നിമിഷത്തിൽ ഞങ്ങൾക്ക് വേണ്ട എല്ലാ കൃപകളും കരുണകളും അങ്ങില്ലാതെ ഞങ്ങൾക്ക് നടക്കത്തില്ലല്ലോ. ഞങ്ങളെ നടത്തുന്നത് അങ്ങാണല്ലോ തമ്പുരാനെ. ഞങ്ങൾ എന്താ ആവശ്യം, അപ്പൊ പാൻക്രിയാസിൽ ക്യാൻസർ ആണ്. അപ്പൊ ആ ക്യാൻസറായ ആ മകനെ അപ്പൊ അവൻ വല്ലാതെ ഭാരപ്പെടുന്നുണ്ട് യേശുപ്പ. എങ്കിലും അങ്ങ് ഉണ്ടെങ്കിൽ നമുക്ക് പേടിക്കേണ്ട കാര്യമില്ലെന്നാണ് പറയുന്നത്. നീ എൻ്റെ ഉള്ളംകരങ്ങളിലാണെന്ന് പറഞ്ഞിരിക്കുന്നു. എങ്കിൽ ഈ നിമിഷം അപ്പൊ ആ മകനെ തൊട്ട് അനുഗ്രഹിക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നത് തമ്പുരാനെ. അപ്പൊ MBBS പഠിക്കുന്ന മോളുണ്ട് തമ്പുരാനെ. ഓരോ മക്കളും ഒരാളല്ലപ്പാ, നമ്മുടെ കൃപാളത്തിലുള്ള എല്ലാ മക്കളെയും അപ്പൊ അങ്ങ് ചേർത്ത് വെക്കണേ തമ്പുരാനെ. അപ്പൊ 38 കുഞ്ഞുങ്ങള്, അപ്പൊ അനാഥ കുഞ്ഞുങ്ങൾക്ക് ആരും ആശ്രയമില്ലെന്ന് അവർ പറയുമ്പോഴും എങ്കിലും എൻ്റെ അപ്പനുണ്ട്. അപ്പൊ അപ്പനും അമ്മയുമായിട്ട് അപ്പനുണ്ട്. അവർക്ക് വേണ്ട ഭവനം പണിത് അവർക്ക് വേണ്ട എല്ലാ കൃപകളും നൽകി അവർക്ക് വേണ്ടതെല്ലാം നൽകി അനുഗ്രഹിക്കുന്നത് ഓർത്ത് നന്ദി പറയുന്നപ്പ. പിതാവേ, യേശുപ്പാ സ്തോത്രം, യേശുവെ സ്തുതി, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവെ മഹത്വപ്പെടുത്തുന്നു, യേശുവെ മഹത്വപ്പെടുന്നു. പരിശുദ്ധാത്മാവെ അങ്ങേ മഹത്വപ്പെടുത്തുന്നു, അങ്ങേ മഹത്വപ്പെടുത്തുന്നു. യേശുവെ സ്തുതി, യേശുവെ ആരാധന, യേശുവെ സ്തോത്രം, യേശുവെ സ്തോത്രം, യേശുവെ സ്തുതി. ദൈവത്തിന്റെ ചിറകൻ കീഴിൽ സങ്കീർത്തനം 57. എന്നോട് കൃപയുണ്ടാകണമേ ദൈവമേ, എന്നോട് കൃപയുണ്ടാകണമേ. അങ്ങനെയാണ് ഞാൻ ഈ അഭയം തേടുന്നത്. വിനാശത്തിന്റെ കൊടുങ്കാറ്റ് കടന്നു പോകുവോളം ഞാൻ അങ്ങയുടെ ചിറകൻ കീഴിൽ ശരണം പ്രാപിക്കുന്നു. അത്യുന്നതനായ ദൈവത്തെ ഞാൻ വിളിച്ചപേക്ഷിക്കുന്നു. എനിക്ക് വേണ്ടതെല്ലാം ചെയ്തു തരുന്ന ദൈവത്തെ തന്നെ. അവിടെ നിന്നാണ് സ്വർഗത്തിൽ നിന്നും സഹായം അരുളിച്ച് എന്നെ രക്ഷിക്കുന്നത്. അതെ, സ്തോത്രം കർത്താവ്. ഞാൻ വിശ്വസിക്കുന്നു തമ്പുരാനെ, ഞാൻ വിശ്വസിക്കുന്നു അങ്ങാണ് എനിക്ക് നീ കൃപാലയം ഭവനത്തിലെ ഒരുക്കി തന്നത്. അപ്പൊ ഞങ്ങളുടെ കൃപാലയം ഭവനം നയിക്കുന്നത് അപ്പനാണല്ലോ. അപ്പൊ പരിശുദ്ധാത്മാവെ നയിച്ച് കൃപാലയം ഭവനത്തെ ഇന്ന് ഇത്രത്തോളം ആക്കിയത് അങ്ങയുടെ കൃപയാലാണ്. അങ്ങയുടെ ഭവനം ഉയർന്ന് പന്തലിച്ച്
അപ്പാ കോടാനുകോടി ജനങ്ങൾക്ക് അനുഗ്രഹവും ആശീർവാദവും രോഗസൗഖ്യവും എല്ലാം അങ്ങയുടെ ഭവനത്തിൽ വരുന്നവർക്ക് നൽകി അങ്ങ് അനുഗ്രഹിക്കുന്നവർക്ക് നന്ദി പറയുന്നു തമ്പുരാനെ. പിതാവേ, അങ്ങില്ലാതെ ഞങ്ങൾക്ക് മറ്റാരുമില്ലല്ലോ തമ്പുരാനെ. അങ്ങാണല്ലോ ദൈവമേ ഞങ്ങൾക്ക് എല്ലാം. അങ്ങയുടെ കരത്തിന് കീഴിലാണല്ലോ അപ്പാ ഞങ്ങളെ ശരണം പ്രാപിക്കുന്നത്. എങ്കിൽ ഈ നിമിഷം, ഇന്ന് ദിവസം, ഇന്ന് അനുഗ്രഹിച്ചതേ ഓർത്ത് നന്ദി പറയുന്നു. കൃപാലയത്തിലുള്ള ഓരോ ഭവനങ്ങളെയും ഈ വചനം കേട്ട് ആർക്കൊക്കെ കൊടുക്കുന്നു, ആർക്കൊക്കെ അയച്ചു കൊടുക്കുന്നു, അവർക്കെല്ലാം അപ്പ ഇരുതല മൂർച്ചയുള്ള വാളിനെ പോലെ തുളച്ച് കയറി അങ്ങയുടെ വചനം അവർക്ക് അനുഗ്രഹീതമായി തീരട്ടെ. അപ്പൊ എന്റെ വാക്കല്ല, അപ്പൊ അങ്ങയുടെ പരിശുദ്ധ അഭിഷേകമുള്ള വാക്കാണ്. ഈ ഒരു പ്രാർത്ഥന അപ്പൊ ആരുടെ ചെവിയിലൊക്കെ എത്തുന്നോ അവരെല്ലാം അനുഗ്രഹിക്കപ്പെടണം. അപ്പൊ അവർക്കെല്ലാം ആവശ്യങ്ങൾ സാധിക്കണം. അപ്പൊ ഒരു പ്രാവശ്യം കേൾക്കുമ്പോൾ അങ്ങാണ് അവരോട് സംസാരിക്കുന്നത്. ആ അടിയുറ വിശ്വാസത്തിൽ ഞാൻ ഏറ്റു പറയുന്ന തമ്പുരാനെ, ഈ കൃപാലയം ഭവനത്തെ തൊട്ട് അനുഗ്രഹിച്ചു ഈ പാപിയായ എന്നോട് ക്ഷമിച്ചു എന്നോടും കൂടി ആയിരിക്കണമേ തമ്പുരാനെ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവും നാമത്തെ സ്തുതിയായിരിക്കണമേ. ആമേൻ, ആമേൻ, ആമേൻ. സർവശക്തനായ പിതാവും ആകാശത്തിനും ഭൂമിയുടെ സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും വിശ്വസിക്കുന്നു. ഈ പുത്രൻ കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പന്തിയോസ് പീലാസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ചടക്കപ്പെട്ട് പാതാളത്തിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്തി സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവ്വശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടുന്ന് ജീവിച്ചവരെയും മരിച്ചവരെയും വിധിക്കാൻ വരുമെന്നും വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്ക സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപികളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും വിശ്വസിക്കുന്നു. ആമേൻ, ആമേൻ. നാളൊരു പുലർക്കാലം കൂടെ കർത്താവിന്റെ കൃപയാൽ അവിടുന്ന് നമുക്ക് നൽകുന്നതോർത്ത് നമുക്ക് നന്ദി പറയാം. ഇന്ന് അവിടുത്തെ കരത്തിൻ കീഴിൽ സുരക്ഷിതമായി ഒരു ദിവസം കടന്നു പോയതിന് നന്ദി പറഞ്ഞുകൊണ്ട് യേശുപ്പാ സ്തോത്രം. ആമേൻ.